നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതായ നിരവധിയാർന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ പല തരത്തിലാണ് ബാധിക്കുക. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം എപ്പോൾ ഒഴിയും, അല്ലെങ്കിൽ ജീവിതത്തിൽ നാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തത് മൂലം ഇത്തരത്തിൽ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പലരും ചിന്തിച്ചു പോകുന്നതാണ്. ഇത് അതേക്കുറിച്ചുള്ള ഒരു തൊടുകുറിയാകുന്നു. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടകാലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. അതിൽ ആദ്യത്തെ ചിത്രം മുക്കുറ്റിയാണ്. രണ്ടാമത്തെ ചിത്രം ശംഖുപുഷ്പമാകുന്നു. ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരുടെയും മനസ്സിൽ ഈ കഷ്ടകാലം ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ മുക്കുറ്റിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിൽ ശത്രുക്കളുണ്ട്. അത് മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ പോലും നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ഫലവത്താകണം എന്നില്ല, അല്ലെങ്കിൽ ഉയർച്ച നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇത്. അതിനാൽ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വിഷമിച്ചിരിക്കരുത് എന്നതാണ് നാം ഈ സമയം മനസ്സിലാക്കേണ്ടതായ കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ആദ്യമേ ഓർത്തുകൊള്ളുക. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നതായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു. കൂടാതെ ശരിയായ രീതിയിലുള്ള വീക്ഷണം നിങ്ങൾക്ക് അനിവാര്യമാണ്. ചില അവസരങ്ങളിൽ പലരുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തെറ്റായി സംഭവിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ശരിയായ വീക്ഷണം നിങ്ങൾക്ക് കൂടിയേ തീരൂ. അത് ഉറച്ച വീക്ഷണത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ഉറച്ച തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആധ്യാത്മികമായി അല്പം ഉയർച്ച നേടുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ആധ്യാത്മികമായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആഗ്രഹങ്ങൾ നടക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എങ്കിലും അതിൽ പരാജയങ്ങൾ നേരിടുന്നതാകുന്നു. അതിൽ പല കാരണങ്ങളുണ്ട്. പ്രധാനമായും പലരുടെയും ഉപദേശവും നിങ്ങളുടെ ചില സമയത്ത് നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യാത്തതും ഒരു പ്രശ്നമാകാം. എന്നാൽ പ്രധാനമായും നിങ്ങളുടെ ശത്രുക്കളാലും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. പലരും മനഃപൂർവ്വം നിങ്ങളെ വഴി തെറ്റിക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് മുന്നേറിയാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ സാധിക്കൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായകരമായിരിക്കും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ആഗ്രഹങ്ങൾ നടക്കുവാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്തവരാണ് നിങ്ങൾ. കഠിനാധ്വാനം ചെയ്യുവാൻ സാധിക്കുകയും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ആഗ്രഹങ്ങളും നടക്കും എന്ന് തന്നെയാണ് ഫലമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ നടക്കണം എന്നില്ല. അത് ചില തടസ്സങ്ങളാലാകാം. എന്നാൽ ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കൂടുതലായും നാം ശ്രമിക്കുകയാണ് എങ്കിൽ അത് ഉടനെ നടക്കും. അതല്ല എങ്കിൽ അല്പം കാത്തിരിക്കേണ്ടതായ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരാം. ഇപ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാൻ സഹായകരമായി തീരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ ചിന്തയോടെ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സുഹൃത്തുക്കൾ മൂലമോ അല്ലെങ്കിൽ പല വ്യക്തികൾ മൂലമോ നിങ്ങൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം.
അതിനാൽ തന്നെ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. സുഹൃത്തുക്കൾ മൂലം നിങ്ങൾക്ക് ധനനഷ്ടം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ആ കാര്യങ്ങളും ശ്രദ്ധയോടെ നിങ്ങൾ വീക്ഷിക്കേണ്ടത് അനിവാര്യമാകുന്നു. ശക്തിയുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായ ഒരു കാര്യമായി ചിന്തിക്കേണ്ടതാകുന്നു. പോസിറ്റീവായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കുക. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ പരിവർത്തനം നിങ്ങൾക്ക് അനിവാര്യമാകുന്നു. ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ്. നിങ്ങൾ ഇരുത്തി ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ ചില തടസ്സങ്ങൾ മൂലം വന്നു ചേരാത്തതായ അവസ്ഥയുമുണ്ട്. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ നൽകൂ. ഏവരും നൽകുന്ന ഉപദേശങ്ങൾ അത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. പലരെയും നിങ്ങൾ അത്തരത്തിൽ അഥവാ അവർ നൽകുന്ന ഉപദേശങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചത് മൂലം നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് പകരം കോട്ടങ്ങളാണ് സംഭവിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. കുടുംബദേവതയെ നിത്യവും ആരാധിക്കുവാൻ മറക്കാതിരിക്കുക. ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. രണ്ടാമത്തെ പുഷ്പമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈശ്വരാനുഗ്രഹം ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. അത് പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ കാര്യമാകുന്നു. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശ്വരാധീനം കൈവിടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ആ കാര്യം നടക്കില്ല തുടങ്ങിയ ചിന്താഗതികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അത്തരം ചിന്തകൾ മനസ്സിലേക്ക് വരുന്നതാകുന്നു. എന്നാൽ പൂർണ്ണമായും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിശ്വാസം കൈവിടാൻ പാടുള്ളതല്ല. മറ്റുള്ളവരുടെ സഹായം നമ്മൾ ജീവിതത്തിലേക്ക് എപ്പോഴും പ്രതീക്ഷിക്കുവാൻ പാടുള്ളതല്ല. അപ്രതീക്ഷിതമായി തന്നെ ഇത്തരം സഹായങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ചില സഹായങ്ങൾ പ്രതീക്ഷിച്ച് അതുമൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാണ് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളവരാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ പരാജയത്തിന് കാരണമാകുന്ന അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. രണ്ടാമത്തെ പുഷ്പമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈശ്വരാനുഗ്രഹം ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. അത് പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ കാര്യമാകുന്നു. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശ്വരാധീനം കൈവിടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ആ കാര്യം നടക്കില്ല തുടങ്ങിയ ചിന്താഗതികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അത്തരം ചിന്തകൾ മനസ്സിലേക്ക് വരുന്നതാകുന്നു. എന്നാൽ പൂർണ്ണമായും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിശ്വാസം കൈവിടാൻ പാടുള്ളതല്ല. മറ്റുള്ളവരുടെ സഹായം നമ്മൾ ജീവിതത്തിലേക്ക് എപ്പോഴും പ്രതീക്ഷിക്കുവാൻ പാടുള്ളതല്ല. അപ്രതീക്ഷിതമായി തന്നെ ഇത്തരം സഹായങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ചില സഹായങ്ങൾ പ്രതീക്ഷിച്ച് അതുമൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാണ് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളവരാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ പരാജയത്തിന് കാരണമാകുന്ന അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മനസ്സിൽ നിന്നും പല കാര്യങ്ങളും കളയുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായ അത്തരം ചിന്തകൾ കൂടി കളയേണ്ടതാകുന്നു. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ, ഒന്നും കൂടി ഇരുത്തി ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കഷ്ടതകൾ വളരെ വേഗം ഒഴിയുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായ കാര്യങ്ങൾ അത് പലരും തുടരുകയാണ് എങ്കിൽ, നിങ്ങൾ അതിൽ വീണു പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ കഷ്ടതകളും ദുരിതങ്ങളും തുടർക്കഥയാകും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാകുന്നു. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നവരാണ് എന്ന ചിന്തയും വേണ്ടതാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് കുടുംബദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.